വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ ഈ ബ്ലെസ്സിങ് ടുഡേ നിങ്ങളുടെ ലൈഫിലൊരു വലിയ അനുഗ്രഹമായി മാറട്ടെ. നമുക്ക് ചേർന്ന് ഈ ബ്ലെസ്സിങ് ടുഡേയുടെ സ്പോൺസേഴ്സിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങളെ ഇന്ന് അവരാണ് ബ്ലെസ് ചെയ്യുന്നത്, അനുഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. ഓരോ ദിവസവും പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങൾ ചേർന്ന് മണർക്കാട് നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. മകൻ ജിനു മാത്യുവിൻ്റെ ബർത്ത്ഡേ നാളെയാണല്ലോ. ഹാപ്പി ബർത്ത്ഡേ ജിനു ഇൻ അഡ്വാൻസ്. കർത്താവെ, ഞങ്ങൾ ചേർന്ന് സനു മാത്യുവിനെയും ജിനു മാത്യുവിനെയും അനുഗ്രഹിക്കുന്നു. കർത്താവെ, നല്ലൊരു ജോലി ലഭിക്കാൻ കർത്താവെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മാത്രമല്ല, വൈഫ് ലൈസമ്മ മാത്യുവിനായി പ്രാർത്ഥിക്കുന്നു. ബ്ലഡിലുള്ള കാൽസ്യത്തിൻ്റെ അളവിൻ്റെ കുറവ് നിമിത്തമുള്ള പ്രയാസം യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. മാത്രമല്ല, സാമ്പത്തിക അനുഗ്രഹങ്ങളാൽ കർത്താവ് നിറയ്ക്കുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ജീസസ്. പിറവത്തു നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് സിസ്റ്റർ ലോയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൽ നിന്നുള്ള പരിപൂർണ സൗഖ്യം കർത്താവെ അങ്ങ് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മരുമകന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നും എറണാകുളത്തേക്കൊരു ട്രാൻസ്ഫർ ലഭിക്കാൻ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുല്ലാട് നിന്നുള്ള വെൽവിഷറായ സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു. തനിക്കും ഭർത്താവിനും നല്ല ആരോഗ്യത്തെ കർത്താവ് പ്രദാനം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കൊച്ചുമകൻ്റെ വിവാഹം നടക്കേണ്ടതിനും കുടുംബം മുഴുവൻ അനുഗ്രഹിക്കപ്പെടേണ്ടതിനുമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്. രാജുവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കുടുംബത്തെ അങ്ങ് അനുഗ്രഹിക്കണമേ. കുഞ്ഞുങ്ങളുടെ മേലും എല്ലാവരുടെ മേലും ദൈവിക അനുഗ്രഹങ്ങളെ കർത്താവ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആൻറ്റിയുടെ മകൻ ദീപകിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നല്ലൊരു ജോലി ലഭിക്കാനും കുടുംബത്തിലുള്ള സകല പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടേണ്ടതിനുമായി ഞങ്ങൾ ഈ സമയത്ത് പ്രാർത്ഥിക്കുന്നു. ചെന്നൈയിൽ നിന്നുള്ള വെൽവിഷർക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ, തന്നെയും തൻ്റെ ഭർത്താവിനെയും സകല രോഗങ്ങളിൽ നിന്നും അങ്ങ് സൗഖ്യമാക്കണമേ. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കൊച്ചുമക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ മേലെല്ലാം വലിയ അനുഗ്രഹത്തെ കർത്താവെ അങ്ങ് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഈ സമയത്ത് ബ്ലെസ്സിങ് ടുഡേ കാണുന്ന സകലരും ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിനെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ചിരിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനാൽ ഞങ്ങൾ നന്ദി പറയുന്നു. യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജൂലൈ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കുന്നമ്മൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ജൂലൈ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, സുൽത്താൻ ബത്തേരി. സ്തുതികളിൽ വാഴുന്ന തിരുനാമം ഉയർത്തിയിടുന്നു. എന്നെന്നും വാഴ്ത്തേണം സ്വർലോകനാഥന കർത്താവി കർത്താവിനെ. സർവനാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും വഴങ്ങിടും നാമം, ദൂരന്മാരാർത്തിടും നാമം, അവനെ സ്തുതിക്കുക. സർവനാമത്തിനും മേലായ നാമം, എല്ലാ മുഴങ്കാലും വഴങ്ങിടും നാമം, ദൂരന്മാരാർത്തിടും നാമം, അവനെ സ്തുതിക്കുക. യേശുവേ, 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 യേശുവേ.
സ്തുതിച്ചിടുമ്പോ അത്ഭുതം ചെയ്തിടും നാമം തന്മക്കൾക്കായെന്നും തിരുനാമം ഭൂമിയിൽ ഉയർന്നിടും തന്മക്കൾ സ്തുതിച്ചിടുമ്പോ അത്ഭുതം ചെയ്തിടും നാമം തന്മക്കൾക്കായെന്നും യേശുവേ 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 Then verse number 2 says, രണ്ടാമത്തെ വാക്യം ഇപ്രകാരമാണ് പറയുന്നത്, when you pass through the waters, I will be with you. നീ വെള്ളത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. Read it again. നീ വെള്ളത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെയിരിക്കും. And when you pass through the rivers, they will not sweep over you. നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിഞ്ഞൊഴുകുകയില്ല. Hallelujah. ഹല്ലേലൂയ. You may be afraid in your heart, I'm going to sink, I'm going to drown in these waters. But God says, no, 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 no. I will be with you. These waters will never sweep over you. നിങ്ങൾ ഒരു പക്ഷെ പറയായിരിക്കും, നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ കണ്ട് ഈ വെള്ളത്തിൽ ഞാൻ മുങ്ങി താണ് ചത്തുപോകാമെന്ന് നിങ്ങൾ വിശ്വസിക്കുകയായിരിക്കും. എന്നാൽ ദൈവം പറയുകയാണ്, അങ്ങനെയല്ല, ഞാൻ നിന്നോട് കൂടെയുണ്ട്, നീ ഒരിക്കലും മുങ്ങിപ്പോവുകയില്ല. Hallelujah. ഹല്ലേലൂയ. These waters will never drown you. ഈ വെള്ളം, നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വെള്ളം, ആ പ്രശ്നം ഒരിക്കലും അത് നിന്നെ മുക്കിക്കളയുകയില്ല. You may think that these are only ornamental language. നിങ്ങൾ ചിന്തിക്കാം, ഇതൊരു ആലങ്കാരികമായ ഭാഷ മാത്രമാണ്. See, if I go through the waters, I will drown. ഞാൻ വെള്ളത്തിലൂടെ കടന്നുപോയി ഞാൻ തീർച്ചയായും മുങ്ങിപ്പോകില്ലേ? But do you know one thing? God literally proved it. നിങ്ങൾക്കറിയാമോ, ദൈവം അത് യാഥാർത്ഥ്യമായി അക്ഷരാർത്ഥത്തിൽ തന്നെ അത് നടത്തിയിട്ടുണ്ട്. A few thousands of years back, ചില ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ്, a few millions of people, God's people, Israelites were marching under the leadership of Moses. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മോശയുടെ നേതൃത്വത്തിൽ ദശലക്ഷക്കണക്കിന് വരുന്ന ഇസ്രായേൽ മക്കൾ ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് they came in front of the Red Sea. അവര് ചെങ്കടലിന്റെ മുൻപിൽ അവർ വന്ന് നിൽക്കുവാനിടയായി തീർന്നു. Listen to me, the waters were so deep. നിങ്ങൾക്കറിയാമോ, വെള്ളം അവിടെ ഭയങ്കര ആഴത്തിലാണ് വെള്ളമുള്ളത്. It was not a brook, it was not a river, it was not a lake. അത് ഒരു ചെറിയൊരു അരുവിയോ ചെറിയൊരു നദിയോ അത് മാത്രമല്ലായിരുന്നു, അത് സമുദ്രമായിരുന്നു. It was a huge sea. അത് വളരെ വലിയൊരു കടലായിരുന്നു. No one can swim across. ആർക്കും അത് മുറുകെ നീന്തി കടക്കുവാൻ കഴിയുകയില്ല. And there were millions of people. അവിടെ ദശലക്ഷക്കണക്കിന് ആളുകളുണ്ട്. How can they cross the sea? എങ്ങനെ മറുകരയിലേക്ക് അവർക്ക് പോകുവാൻ കഴിയും? All of them in their heart, they decided one thing: we are going to die in the sea. അവിടെ ഇരുന്ന് എല്ലാവരും അവരുടെ ഹൃദയത്തിൽ തീരുമാനിച്ചു, നമ്മൾ എല്ലാവരും ഇവിടെ ഈ നദിയിൽ നമ്മുടെ ജീവിതം അവസാനിക്കാൻ പോവുകയാണ്. We are going to become food for the sharks. നമ്മൾ ഇവിടെ ഇരിക്കുന്ന എല്ലാ തിമിംഗലങ്ങൾക്ക്, സ്രാവുകൾക്ക് നമ്മൾ അവരുടെ ഭക്ഷണമായി നമ്മൾ മാറാൻ പോവുകയാണ്. This is the end of our journey. നമ്മുടെ ജീവിതത്തിന്റെ അവസാനം ഇതാ വന്ന് എത്തിച്ചേർന്നിരിക്കുകയാണ്. This is the end of our life. നമ്മുടെ ജീവിതം ഇവിടെ അവസാനിക്കാൻ പോവുകയാണ്. But do you know something? എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? God was sitting on his throne and looking down at them. ദൈവം തന്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് അവരെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. Do you think that God is not seeing all that through which you are undergoing? നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം ഇതൊക്കെ കാണുന്നില്ലെന്നാണോ നിങ്ങൾ ചിന്തിക്കുന്നത്? God is watching everything. ദൈവം എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. Dear brother, dear sister, God is watching over your life. പ്രിയ സഹോദര സഹോദരി, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയട്ടെ, ദൈവം നിങ്ങളുടെ ജീവിതത്തെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ്. Do you know that night God did a supernatural miracle just for his children?
ആ ദൈവം അന്ന് തൻ്റെ മക്കൾക്ക് വേണ്ടി ഒരു വലിയൊരു അത്ഭുതം അന്ന് അവിടെ ചെയ്യുവാനിടയായി തീർന്നു. All of them passed through the waters, but the waters never swept over them. അവരെല്ലാവരും വെള്ളത്തിലൂടെ കടന്നുപോയി. ഒരിക്കലും വെള്ളം അവരുടെ മേളിൽ അവരുടെ മീതെ വന്ന് അവരെ മുക്കിക്കളഞ്ഞില്ല. God did not allow any drop of the water in the sea to touch them. ആ ദൈവം ഒരിക്കലും അനുവദിച്ചില്ല ഒരു തുള്ളി വെള്ളം പോലും, ആ കടലിലുള്ള ഒരു തുള്ളി വെള്ളം പോലും അവിടെ ദേഹത്ത് വീഴുവാൻ ദൈവം അന്ന് അവിടെ സമ്മതിച്ചില്ല. Because the Bible says they passed through not the wet land but a dry land. അവിടെ ബൈബിൾ പറയുന്ന ഇപ്രകാരമാണ്, അവരൊരു നനഞ്ഞ ഭൂമിയിലൂടെ അല്ല അവർ കടന്നുപോയത്, അവർ ഉണങ്ങിയ നിലത്തോടെയാണ് അവർ അവിടെ കടന്നുപോയത്. Hallelujah. This is the God we are calling upon. ഇങ്ങനെ ഒരു ദൈവത്തെയാണ് നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത്. This is the same God we are calling upon in this blessing festival. ഈ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവലിൽ നമ്മൾ വിളിച്ചപേക്ഷിക്കുന്നത് ഇതേ ദൈവത്തെ തന്നെയാണ്. He can still perform miracles. ദൈവത്തിന് ഇപ്പോഴും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്യുവാൻ കഴിയും. We are not serving a silly God. നമ്മൾ സേവിക്കുന്നത് വളരെ നിസ്സാരനായ ഒരു ദൈവത്തെ അല്ല. He's a big God. ദൈവം, നമ്മുടെ ദൈവം വലിയ ദൈവമാണ്. നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. Prayer answering God. പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെയാണ് നമ്മൾ സേവിക്കുന്നത്. I request all of you to start praying right now. ഈ സമയത്ത് എല്ലാവരും പ്രാർത്ഥിക്കാൻ വേണ്ടി ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. When you pray, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ you are involving God into your life. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ഒരു അവസരം കൊടുക്കുകയാണ്. Hallelujah. Hallelujah. Then prophet Isaiah is saying, when you pass through the fire, you will not be burned. The flames will not set you ablaze. തീയിൽ കൂടി നീ നടന്നാൽ നിനക്ക് പൊള്ളൽ ഏൽക്കുകയില്ല. തീജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. തീയിൽ കൂടെ നടന്ന പൊള്ളില്ലേ? തീർച്ചയായും പൊള്ളും. But if you are a child of God and when you are praying, the fire will not harm you. നീ ഒരു ദൈവത്തിന്റെ മകനാണെങ്കിൽ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, തീക്ക്, നിന്റെ ജീവിതത്തിൽ വരുന്ന തീക്ക് അത് നിന്റെ ജീവിതത്തിൽ പൊള്ളലേൽപ്പിക്കുവാൻ അതിന് സാധ്യമല്ല. Some of you are going through fiery experience now. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തീ നിറഞ്ഞ വലിയ പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോവുകയായിരിക്കും. You think that you will be burnt all over. നിങ്ങൾ ചിന്തിക്കുകയാണ് ഞങ്ങൾ കത്തി ചാമ്പലാകാൻ പോവുകയാണ്. You think that you will become a handful of charcoal. നിങ്ങൾ ചിന്തിക്കുകയാണ് കുറച്ച് കരിക്കട്ടകളായി എന്റെ ജീവിതം അവസാനിക്കാൻ പോവുകയാണെന്ന് നീ ചിന്തിക്കുകയായിരിക്കും. No brother, no sister, because the Lord is living and because you are praying to him, he will come down and he will take you out of the fire. സഹോദര സഹോദരി, അങ്ങനെയല്ല. നിന്റെ ജീവിതം അങ്ങനെ അവസാനിക്കുകയില്ല. ദൈവം തന്നെ നിന്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വന്ന് നിന്റെ ജീവിതത്തിൽ ഒരു പരിഹാരം, ഒരു വിടുതലും കർത്താവ് അയക്കാൻ പോവുകയാണ്. Can you clap your hands and shout a big hallelujah to this God? കൈകളടിച്ചുകൊണ്ട് ഇത്ര നല്ല ദൈവത്തിന് ഹല്ലേലൂയ പറഞ്ഞാലും. You may think that this is written in an ornamental language. നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്കുകയായിരിക്കും ഇതൊരു ആലങ്കാരികമായ ഭാഷയിലാണ് ഇത് No എഴുതിയിരിക്കുന്നത്. brother, no sister. Many years back there were 3 boys and their names was Shadrach, Meshach and Abednego. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് അങ്ങനെയല്ല ഇത് ഒരു കഥയോ ഒരു ആലങ്കാരികമായ ഭാഷയിൽ മാത്രമല്ല എഴുതിയിരിക്കുന്നത്. ഒത്തിരി വർഷങ്ങൾക്ക് മുൻപ് ഒരു 3 ബാലകന്മാരുണ്ടായിരുന്നു. അവരുടെ പേര് ഷദ്രക്, മേശക്, അബേദ്നെഗോ എന്നായിരുന്നു. We can read about their story in the book of Daniel. ദാനിയേലിന്റെ പുസ്തകത്തിൽ നമുക്ക് അവരുടെ കഥയെ വായിക്കാൻ കഴിയുന്നതാണ്. These 3 Hebrew boys, they were serving the true God. ഈ 3 യഹൂദ ബാലന്മാർ അവർ സത്യദൈവത്തെ ആരാധിക്കുന്നവരായിരുന്നു. But they were tempted to worship false gods. എന്നാൽ അവരുടെ ജീവിതത്തിൽ തെറ്റായ ദൈവങ്ങളെ ആരാധിക്കുവാൻ വേണ്ടി അവരുടെ ജീവിതത്തിൽ ഒരു പരീക്ഷണം നേരിടുകയാണ്. But as a punishment they were put in a fiery furnace. അവർ മറ്റ് തെറ്റായ ദൈവത്തെ ആരാധിക്കാത്തത് കൊണ്ട് അവരെ തീക്കുണ്ടത്തിന്റെ അകത്തേക്ക് അവരെ ഇട്ടുകളയുകയാണ് ഉണ്ടായത്. They were charcoal. No. അവർ ഒരു നിമിഷം കൊണ്ട് അവർ അഗ്നി കരിക്കട്ടകളായി മാറിയേനെ. No. അങ്ങനെയല്ല It did not happen. അങ്ങനെയല്ല സംഭവിച്ചത്. The Bible says these 3 Hebrew boys fell down into the furnace.
ഈ 3 യഹൂദ ബാലന്മാരും അവർ ആ തീക്കുണ്ടത്തിന്റെ അകത്തേക്ക് അവർ വീഴുവാൻ ഇടയായി തീർന്നു. But എന്നാൽ listen to this. നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചാലും There came the 4th person into the fire. ആ തീയുടെ നടുവിലേക്ക് 4ാമതൊരു വ്യക്തി അവിടെ ഇറങ്ങി വരുവാൻ ഇടയായി തീർന്നു. And that was a glorious figure. അത് വളരെ തേജസ്മയമായ ഒരു രൂപമായിരുന്നു. And that was the Son of God himself. അത് ദൈവപുത്രൻ തന്നെയായിരുന്നു അന്ന് അവിടെ ഇറങ്ങി വന്നത്. You know what happened? എന്ത് സംഭവിച്ചെന്നറിയാമോ? All the 3 Hebrew boys were taken out. ഈ 3 എബ്രായ ബാലന്മാരെയും ആ വെളിയിലേക്ക് തീക്കുണ്ടത്തിന് വെളിയിലേക്ക് എടുത്തു. And all people came and started smelling them. എല്ലാ ആളുകളും വന്ന് അവരടുത്ത് വന്ന് അവരെ മണത്ത് നോക്കാൻ തുടങ്ങി. There was not even the smell of any ash or the smell of flame or even on their dress. അവരുടെ വസ്ത്രങ്ങളിൽ പോലും ചാരത്തിന്റെയോ തീ കത്തിയതിന്റെയോ ഒരു മണം അവർക്ക് അനുഭവിക്കുവാൻ കഴിഞ്ഞില്ല. This is why God says, ഇതുകൊണ്ടാണ് ദൈവം പറയുന്നത്, even if you pass through the fire, it will not consume you. നീ തീയിലൂടെ കടന്നു പോയാലും അത് നിന്നെ ദഹിപ്പിച്ചു കളയുകയില്ല. Dear brother, dear sister, പ്രിയ സഹോദര സഹോദരി, you may be going through some fiery experience right now. നിങ്ങളുടെ ജീവിതത്തിൽ ഇതുപോലെ തീജ്വാല കണക്കുള്ള വലിയ പ്രശ്നത്തിലൂടെ നീ ഇപ്പോൾ കടന്നു പോവുകയായിരിക്കാം. As a man of God, I am proclaiming here, it is not going to consume you. ഞാനൊരു ദൈവത്തിന്റെ ദാസൻ എന്ന നിലയിൽ ഇവിടെ ഞാൻ വിളിച്ചു പറയട്ടെ, ആ തീ ഒരിക്കലും നിന്നെ ദഹിപ്പിച്ചു കളയുകയില്ല. Because the 4th one, the glorious figure, is with you. കാരണം 4ാമനായ ആ മഹത്വം ധരിച്ച ആ ദൈവത്തിന്റെ പുത്രൻ നിന്നോട് കൂടെയുണ്ട്. As long as he is with you, waters cannot harm you, fire cannot consume you. ആ ദൈവപുത്രൻ നിന്നോട് കൂടെയുള്ള നാളുകൾ അത്രയും കാലം ഒരിക്കലും ഒരു വെള്ളത്തിന് നിന്നെ മുക്കിക്കളയുവാൻ കഴിയുകയില്ല, ഒരു തീക്കും നിന്നെ ദഹിപ്പിച്ചു കളയുവാൻ സാധ്യമല്ല. This is why David in Psalm 23 and verse number 4 said, even though I walk through the darkest valley, I will fear no evil, for you are with me. Your rod and your staff, they comfort me. ഇതുകൊണ്ടാണ് ദാവീദ് സങ്കീർത്തനക്കാരൻ ദാവീദ് പ്രകാരം പറഞ്ഞത്, മരണനിഴലിൻ താഴ്വരയിലൂടെ കടന്നുപോയാൽ ഞാൻ ഒരു ദോഷവും ഭയപ്പെടുകയില്ല, അവിടുന്ന് എന്നോട് ഒപ്പമുണ്ടല്ലോ, അവിടുത്തെ വടിയും കോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. Hallelujah. Hallelujah. You may be going through the darkest valley today. ഇന്ന് നിങ്ങൾ ഏറ്റവും ഇരുട്ട് നിറഞ്ഞ താഴ്വരയിലൂടെ ആയിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. Some sisters sitting here. ഇവിടെ ഇരിക്കുന്ന ചില സഹോദരിമാർ, What I understand in my spirit is this. എന്റെ ആത്മാവിൽ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം പ്രകാരമാണ്, Your family life is at the verge of brokenness. നിങ്ങളുടെ കുടുംബജീവിതം എന്ന് പറയുന്നത് അത് നശിച്ചു പോകുവാൻ, അത് തകർന്നു പോകുവാൻ അതിന്റെ വക്കിലെത്തി നിൽക്കുകയാണ്. Your marital life is like an experience in which you are passing through the dark valley. നിങ്ങളുടെ കുടുംബജീവിതം ഒരു ഇരുള് നിറഞ്ഞ താഴ്വരയിലൂടെ നിങ്ങൾ കടന്നു പോകുന്ന അത്രയും ബുദ്ധിമുട്ട് നിറഞ്ഞതായിരിക്കാം. But the Lord says, എന്നാൽ ദൈവം പറയുകയാണ്, He is with you. ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. You will pass through the valley and come out gloriously. നിങ്ങൾ ആ താഴ്വരയിലൂടെ കടന്ന് വളരെ തേജസ്കരമായി അതിൽ നിന്ന് പുറത്തു വരാൻ പോവുകയാണ്. Because the Lord of victory is with you. കാരണം വിജയത്തിന്റെ ദൈവം നിങ്ങളോട് കൂടെയുണ്ട്. No trouble can harm you. ഒരു പ്രശ്നത്തിന് നിന്നെ തകർത്ത് കളയുവാൻ കഴിയുകയില്ല. Because you have the support of the Lord. കാരണം ദൈവത്തിന്റെ പിന്തുണ നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുണ്ട്. Lift your right hand. നിങ്ങളുടെ വലത്തുകരം ഉയർത്തിപ്പിടിച്ചാൽ, Everybody shout this after me. എല്ലാവരും എന്നോട് ചേർന്ന് ഇത് പറയാൻ തുടങ്ങിയാൽ, I have the support of the Lord. എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. എല്ലാവരും ചേർന്ന് പറഞ്ഞാലും, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. ബാൽക്കണിയിലുള്ള പറഞ്ഞാൽ, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. എല്ലാവരും ചേർന്ന്, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. കൈ ഇങ്ങനെ ഒന്ന് പിടിച്ചേ, ചുരുട്ടി പിടിച്ചേ, മുദ്രാവാക്യം പോലെ ഒന്ന് പറഞ്ഞേ, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. ശക്തിയോടെ ധൈര്യത്തോടെ പറഞ്ഞേ, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. കണ്ണുകൾ അടച്ച് ശക്തിയോടെ പറഞ്ഞേ, എനിക്ക് ദൈവത്തിന്റെ പിന്തുണയുണ്ട്. വീണ്ടും പറഞ്ഞേ, എനിക്ക്
ദൈവത്തിന്റെ എല്ലാ സഹോദരിമാരും എല്ലാ സഹോദരന്മാരും ശക്തിയോടെ ഉറക്കെ ഒന്ന് പറഞ്ഞു, എനിക്ക് ദൈവത്തിൻ്റെ പിന്തുണയുണ്ട്. Hallelujah. Now if you are supported by God, നിങ്ങൾ ദൈവത്താൽ പിന്തുണയ്ക്കപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ you can live a bold life. നിങ്ങൾക്കൊരു ധൈര്യപൂർണമായ ഒരു ജീവിതം നയിക്കാവുന്നതാണ്. No need of crying. കരയേണ്ട ആവശ്യമില്ല. Hallelujah. Hallelujah. If you know this truth, നിങ്ങൾക്ക് ഈ സത്യം മനസ്സിലാക്കുവാൻ you കഴിയുകയാണ്. have nothing to worry about. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്നിനെയും ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമില്ല. Hallelujah. Hallelujah. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ മലപ്പുറം ജൂലൈ 10 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. ടൗൺ ഹാൾ, കുന്നമ്മൽ, മലപ്പുറം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ സുൽത്താൻ ബത്തേരി ജൂലൈ 11 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാൾ, സുൽത്താൻ ബത്തേരി. ഈ സമയത്ത് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രാർത്ഥനാ സമയത്ത് ഞാൻ വിശ്വസിക്കുന്നു there will be an explosion of healings, miracles and deliverance. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ എവിടെയൊക്കെ ആശുപത്രികളിലോ ജയിലുകളിലോ ഭവനങ്ങളിലോ വാഹനയാത്രയിൽ ഇത് കാണുന്നവർ, ഏതെങ്കിലും മൊബൈൽ ഡിവൈസിലോ ഒക്കെ കാണുന്നവർ, കമ്പ്യൂട്ടറിൽ കാണുന്നവർ, യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗസൗഖ്യം ഒരു വലിയ നദി പോലെ അവരിലേക്ക് ഒഴുകിയെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവിധ രോഗങ്ങൾ സൗഖ്യമാകട്ടെ, മൈഗ്രെയിൻ സൗഖ്യമാകട്ടെ, സൈനസൈറ്റിസ് യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ, ഫൈബ്രോയിഡ് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, ശരീരത്തെ ബാധിച്ചിരിക്കുന്ന വിവിധ രോഗങ്ങൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അമിതമായി വണ്ണം വയ്ക്കുന്ന, ഭക്ഷണം കഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ ഭയങ്കരമായി വണ്ണം വയ്ക്കുന്ന വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ സൗഖ്യം സ്വീകരിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ജീസസ്. നട്ടലിൽ ബാധിച്ചിരിക്കുന്ന ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ, ത്രോട്ട് ക്യാൻസർ സൗഖ്യമാകട്ടെ, ബ്ലഡ് ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ, കോളൻ ക്യാൻസർ സൗഖ്യമാകട്ടെ, രക്തത്തിൽ വന്നിരിക്കുന്ന ക്യാൻസർ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ക്യാൻസർ ഏത് രീതിയിലുള്ളതാണെങ്കിലും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. താങ്ക് യു ജീസസ്. അതുപോലെ ബ്ലഡ് പ്രഷറും ബ്ലഡ് ഷുഗറും യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ നോർമൽ ആകട്ടെ. താങ്ക് യു ലോർഡ്, താങ്ക് യു ജീസസ്. അൾസറുകൾ സൗഖ്യമാകട്ടെ, പൈൽസ് രോഗം സൗഖ്യമാകട്ടെ, കിഡ്നികൾ സൗഖ്യമാകട്ടെ, ശ്വാസകോശവും അതുപോലെ ലിവറും ഹാർട്ടും എല്ലാം യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. നിങ്ങളുടെ രോഗം എന്താണെങ്കിലും പ്രയാസങ്ങൾ എന്താണെങ്കിലും ഇപ്പോൾ ഈ സ്ക്രീനിലേക്ക് കൈ നീട്ടിപ്പിടിച്ചുകൊണ്ട് രോഗസൗഖ്യത്തെ സ്വീകരിക്കുക. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ രോഗസൗഖ്യവും വിടുതലുകളും കർത്താവ് ഇപ്പോൾ പകരുന്നതിനാൽ നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ്. ഓരോ വ്യക്തികളിലേക്കും അത് ഇപ്പോൾ തന്നെ കർത്താവേ നീ പകരുന്നതിനാൽ നന്ദി. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ആ ദൈവിക വിടുതലുകൾ അവരുടെ സ്വന്തമായി മാറട്ടെ, ദൈവനാമത്തിന് മഹത്വമായി മാറട്ടെ. കർത്താവേ, നീ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടതിനാൽ നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇന്ന് മലപ്പുറത്ത് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുകയാണ്. തീർച്ചയായും വരണം, ഒറ്റയ്ക്ക് വരരുത്, മറ്റുള്ളവരെ കൂടെ കൂട്ടിക്കൊണ്ടുവരിക. നാളെ സുൽത്താൻ ബത്തേരിയിൽ നമ്മുടെ ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നു. രണ്ടിലേക്കും എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. പ്ലാൻ ചെയ്തു വരിക. കർത്താവ് ഒത്തിരി അതിലൂടെ അനുഗ്രഹിക്കും. അവിടെ വരുമ്പോൾ എൻ്റെ പ്രാർത്ഥനാ ഡയറി ഒത്തിരി പേരെ അത്ഭുതകരമായ പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നൊരു പുസ്തകമാണ്. പരിശുദ്ധാത്മാവിൻ്റെ ഒരു പ്രത്യേക നിയോഗത്താൽ രചിക്കപ്പെട്ട ഒന്നാണ്. ഇംഗ്ലീഷിലും മലയാളത്തിൽ ലഭ്യമാണ്. വിന്നേഴ്സ് ഫാക്ടറി എന്ന പുസ്തകം വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി നല്ലൊരു ഫ്യൂച്ചർ അവർക്കുണ്ടാകാൻ, നല്ല മാർക്ക് സ്കോർ ചെയ്ത് പടിപടിയായി വിജയത്തിൻ്റെ പടികൾ ചവിട്ടിക്കയറാൻ വേണ്ടി എഴുതപ്പെട്ട ഒരു പുസ്തകമാണ്. ഇറ്റ്സ് നോട്ട് എ റിലീജിയസ് ബുക്ക്, ഇറ്റ്സ് നോട്ട് എ സ്പിരിച്വൽ ബുക്ക്, ഇറ്റ്സ് പ്യുവർലി ആൻ ഇൻസ്പിറേഷണൽ ഗൈഡ് ഫോർ ഓൾ ദി സ്റ്റുഡൻസ്. മാത്രമല്ല ആശിഷുമാരി എന്നുള്ളൊരു പുസ്തകം വിന്നേഴ്സ് ഫാക്ടറി ഇംഗ്ലീഷിലും മലയാളത്തിൽ ലഭ്യമാണ്. ആശിഷുമാരി മലയാളത്തിൽ മാത്രമേ ഉള്ളൂ.
അതൊരു കഥയാണ്, പക്ഷേ ആ കഥയിലൂടെ ജീവിതങ്ങൾ പണിയപ്പെടുന്നു. ഇതെല്ലാം നിങ്ങൾക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ വരുമ്പോൾ ലഭ്യമാണ്. മറ്റു പുസ്തകങ്ങളുണ്ട്, എല്ലാം പറയാൻ സമയമില്ലല്ലോ. DVD-കൾ ലഭ്യമാണ് സന്ദേശങ്ങളുടെ. തപാൽ മാർഗം ഇത് സ്വന്തമാക്കാം. വെബ്സൈറ്റ് സന്ദർശിക്കുക, ഫോൺ ചെയ്യുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ഞായറാഴ്ചകളിൽ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിലേക്ക് വരുമെങ്കിൽ നിങ്ങൾ കേൾക്കാറുള്ള സാക്ഷ്യങ്ങൾ പോലെ കുടുംബങ്ങൾ ഗതി പിടിക്കുന്ന ഒരു സ്ഥലമാണ് ബ്ലെസ്സിങ് സെൻറ്ററുകൾ. കാരണം കർത്താവ് ഫാമിലികളെ പണിയും. പ്ലീസ് ഡു കം. തിങ്കളാഴ്ച നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.